ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള സാരഥി KTMലാണ് കേട്ടോ. സോ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മുടെ ഡ്യൂക്ക് സീരീസ്, അതായത് KTM സീരീസിൻ്റെ എല്ലാ വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസ്, ഡൗൺ പേയ്മെൻറ്റ്, ഫിനാൻസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ആണ് കേട്ടോ. എത്രത്തോളം നന്നായിട്ട് വരും എന്നൊന്നും അറിയാൻ പാടില്ല, എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. അഡ്വഞ്ചറുണ്ട്, ഡ്യൂക്കുണ്ട്, പുതിയ മോഡൽ Gen 3 ഡ്യൂക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിറ്റ്പില്ലിയൻ ഹസ്കോർണുണ്ട്, അതുപോലെ തന്നെ Gen 2 ഡ്യൂക്ക് 250 ഉണ്ട് കേട്ടോ. അതായത് RC സീരീസ് ഇപ്പോൾ ഇവിടെ ഇല്ല. സോ ഇത്രയും വെച്ചിട്ടുള്ളൊരു RCയുടെയും ഫിനാൻസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് കേട്ടോ. സോ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ ആദ്യം തൊട്ട് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത് ADV 250 ആണ് കേട്ടോ. KTM ഡ്യൂക്ക് അഡ്വഞ്ചർ 250 ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇത് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലജൻ ഹെഡ്ലൈറ്റും അതുപോലെ ഒരു സ്ട്രിപ്പ് DRLും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് പറഞ്ഞുകൊണ്ട് നോർമൽ അലോയ് വീൽസാണ് വരുന്നത്. പക്ഷേ അഡ്വഞ്ചറിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് അത്. എനിക്കറിയത്തില്ല, കംഫർട്ടും കാര്യങ്ങളും ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് എന്തായാലും ഓണായി കാണിച്ചു തരാം. ഓണാക്കുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ മീറ്ററാണ് ഫ്രണ്ടിൽ വരുന്നത്. TFT ആണ്, പക്ഷേ നമ്മുടെ കളർ മീറ്റർ അല്ല കേട്ടോ, ഡിജിറ്റൽ മീറ്ററാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോൾ കേട്ടോ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ജസ്റ്റ് എൻ്റെ എക്സോസ്റ്റ് നോട്ടൂടെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് വണ്ടി നോർമൽ സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ ഒരു എക്സോസ്റ്റ് നോട്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ റവ് ചെയ്ത് കേൾപ്പിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതിപ്പം ഷോറൂമിൻ്റെ അകത്തായതുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ 250. ഇതിൽ പറയാനായിട്ടെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓരോ വണ്ടിയുടെ റിവ്യൂ ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ 1 by 1 ഓരോ ബൈക്കിൻ്റെ റിവ്യൂ എടുത്ത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓരോന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. അഡ്വഞ്ചർ 390, അഡ്വഞ്ചർ 250, അഡ്വഞ്ചർ 390 റാലി എഡിഷൻ, അതുപോലെ ഡ്യൂക്ക് 200, അതായത് Gen 2 200, Gen 3 200, 250, 390. പിന്നെ ഇവിടേക്ക് RC കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇപ്പം നിലവിൽ RC ഇല്ല. സോ ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ 250 കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ ഫ്രണ്ട് ഇരിക്കണമെന്ന് വെച്ചാൽ റാലി KTM അഡ്വഞ്ചർ 390 റാലി എഡിഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു റാമിൻ്റെ പുറത്തേക്ക് കയറ്റിയാണ് ഈ വണ്ടി വെച്ചിരിക്കുന്നത്. അതായത് ഈ അഡ്വഞ്ചർ ബൈക്കിൽ രാജാവാണ് കേട്ടോ. ഈ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ രാജാവാണ് ഈ ഒരു റാമ്പിൻ്റെ പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഹൈപ്പ് കൊടുത്തവരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പോക്ക് വീലാണ് വരുന്നത് കേട്ടോ. അതായത് നോർമൽ അലോയ് വീലല്ല, സ്പോക്സ് വീലാണ് ഇതിൽ വരുന്നത്. കാരണം റിയൽ അഡ്വഞ്ചർ, വാട്ട് ഈസ് ദ റിയൽ അഡ്വഞ്ചർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ KTM പുറത്തിറക്കിയൊരു വെഹിക്കിളാണ് കേട്ടോ. ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ്. സ്പോക്ക് വീലോടുകൂടി ഒരുപാട് മാറ്റങ്ങളോടുകൂടിയൊക്കെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം കിടിലൻ ലുക്കാണ് കേട്ടോ, മാരക ലുക്കാണ് ഈ ഒരു വണ്ടി തരുന്നത്. കംപ്ലീറ്റ്ലി ടൂറിങ് പർപ്പസ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ട്, അതിനെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു KTM 390 അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു റാലി എഡിഷൻ കൊണ്ടുവന്നത് കേട്ടോ. കംപ്ലീറ്റ് ഒരു ടൂറിങ് പർപ്പസ്, ഓഫ് റോഡറൊന്നും ഞാൻ പറയത്തില്ല, ഒരു ടൂറിങ് പർപ്പസ് വെഹിക്കിൾ പറ്റിയൊരു വെഹിക്കിളാണ് കേട്ടോ. ഇതിനടിക്കാനൊക്കെയാണ് ഹിമാലയൻ 450 ഒക്കെ ഇറക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. ആവശ്യമാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിജിറ്റൽ കളേർഡ് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നമ്മുടെ ഡ്യൂക്കിനൊക്കെ വരുന്ന ഡ്യൂക്ക് 390 വരുന്ന TFT ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് മീറ്ററാണ് നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു ചാർജിങ് പോർട്ടൊക്കെ വരുന്നുണ്ട് 12 വാട്ടിൻ്റെ. അതുപോലെ നമ്മുടെ ഡ്യൂക്കിലൊക്കെ ഉള്ള പോലെ തന്നെ അഡ്ജസ്റ്റബിൾ ക്ലച്ച്, അഡ്ജസ്റ്റബിൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. എക്സോസ്റ്റ് നോട്ടൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം
WP സസ്പെൻഷൻ. ഇതിൽ WP സസ്പെൻഷനാണ്, ബട്ട് നോട്ട് അഡ്ജസ്റ്റബിൾ. ഇതിൽ പക്ഷേ അഡ്ജസ്റ്റബിൾ WP സസ്പെൻഷനാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് നോക്കി നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സസ്പെൻഷൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഓണാക്കി സൗണ്ട് കേട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് നിർഭാഗ്യവശാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വണ്ടി പെട്രോളിൻ്റെ കുറച്ച് അപാകത കാരണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് എക്സോസ്റ്റ് നോട്ട് പ്രത്യേകിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാത്തിനും ഒരേ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് എന്തായാലും 390 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. പിന്നെ ബാക്കിൽ പില്ലിയനായാലും റൈഡർക്കായാലും ഒരുപാട് കംഫർട്ടൊക്കെ നൽകുന്ന ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീറ്റ് ഏകദേശം ടാങ്ക് അടുപ്പിച്ചവർ പറഞ്ഞുണ്ട് കേട്ടോ. പിന്നെ 13 ലിറ്റർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ടൊന്നും ഞാൻ പറയാനില്ല കേട്ടോ. സോ ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ റാലി എഡിഷനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. ഇതിൻ്റെ EMIയും ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ലാസ്റ്റ് പറയാം. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പോണത്. സോ അടുത്ത് നമ്മൾ കാണാൻ കിട്ടുന്ന അഡ്വഞ്ചർ 390 ആണ് കേട്ടോ. അഡ്വഞ്ചർ 390 ഒരു വൈറ്റ്, അതായത് വൈറ്റും മാറ്റ് ബ്ലാക്കും ആയിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറ്റ് വണ്ടിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും 390 തന്നെയാണ്. പക്ഷേ അതിനെ വെച്ച് ഇതിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതിൽ സ്പോക്ക് വീലാണ്, ഇതിൽ അലോയ് വീലാണ് കേട്ടോ. ഇപ്പോൾ സ്പോക്ക് വീൽ വേണ്ട, അതായത് ഫുൾ റാലി ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ 390 വേണ്ട എന്നുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. ഇത് അഡ്വഞ്ചറാണ്, ഓൺ റോഡറാണ് കേട്ടോ. അതായത് നമുക്ക് റോഡിലോട്ടിക്കും അഡ്വഞ്ചറിലോട്ടിക്കും ടൂറിങ്ങിനെല്ലാം ചെയ്യാൻ പറ്റിയൊരു ഫുൾ പർപ്പസ്ഡ് വെഹിക്കിളാണ് ഈ ഒരു ഡ്യൂക്ക് 390 അഡ്വഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ടാങ്കിലൊക്കെ തുറന്നു തന്നെ മനസ്സിലാവും, ഒരു മാറ്റ് ഫിനിഷ് മെറ്റൽ ടാങ്കാണ്. അതുപോലെ തന്നെ സീറ്റിങ് ഇതിൻ്റെ അതേ സീറ്റിങ്ങിനാണ് ഇതിന് വരുന്നത്, ഇതിൻ്റെ അതേ സീറ്റിങ്ങിനാണ് അതിന് വരുന്നത് കേട്ടോ. സീറ്റിംഗ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ സ്പോക്ക് വീല് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്, അതൊക്കെയാണ് ഇതിനൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. ഇതിലോട്ട് വരുമ്പോൾ ഇതിലും TFT മീറ്റർ തന്നെയാണ് വരുന്നത്. കളേർഡ് TFT മീറ്ററാണ് കേട്ടോ. അതായത് നമ്മൾ ഇതിൽ കണ്ട അതേ TFT മീറ്റർ തന്നെയാണ് ഇതിലും വരുന്നത്. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. WP നോർമൽ സസ്പെൻഷനാണ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഗൈസ്, ഇതേ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 390 വരുന്നത് കേട്ടോ. എക്സോസ്റ്റ് നോട്ടിലൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ മീറ്റർ കൺസോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മീറ്റർ കൺസോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ എന്തായാലും ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയുടെ വീഡിയോ ആണ് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വണ്ടിയുടെ വീഡിയോ കറക്റ്റ് ഇട്ട് തരാം കേട്ടോ. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണ ഡ്യൂക്കിൻ്റെ നോർമൽ സീരീസാണ് കേട്ടോ. അതായത് ഡ്യൂക്ക് സീരീസാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഉള്ളത് ഡ്യൂക്ക് 200 ആണ് കേട്ടോ. ഡ്യൂക്ക് 125, 200, 250, 390 ഈ ഒരു സെഗ്മെൻറ്റിലാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ വെഹിക്കിൾസ് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മാറ്റ് ബ്ലാക്ക്, അതായത് BS6 ഡ്യൂക്ക് 200 ആണ്. ഇതിന് 250 മുതൽ നമ്മുടെ പുതിയ വെർഷൻസ്, അതായത് Gen 3, 250, 390 നമുക്ക് അവൈലബിൾ ആണ്. 200 അതില്ല. സോ ഇപ്പോഴും നമുക്ക് ഈ ഒരു ഗ്രാഫിക്സിൽ, അതായത് ഈ ഒരു ലുക്കിൽ നമുക്ക് പഴയ മോഡൽ Gen 2 ഡ്യൂക്ക് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഷോറൂമിൽ ഇപ്പോൾ വൺ സ്റ്റോക്ക് ഉണ്ട്. സോ ഇതിനെപ്പറ്റി നോക്കുവാണെങ്കിൽ ഇതിലും വലിയ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നോർമൽ ഡ്യൂക്ക് 200 ആണ് ഈ നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരുപാട് ഡ്യുവൽ ചാനൽ ABS നമ്മുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന റൈഡർ കമ്പനിയിൽ ഒരുപാട് കംഫർട്ടൊക്കെ തരുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു 200 ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് മാറ്റങ്ങളുള്ള 200 വരും ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിൽ ലോഞ്ച് ആവും. സോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ EMIയും ഓൺ റോഡ് പ്രൈസും ഡീറ്റെയിൽസും ആണ്. അതുകൊണ്ടാണ് ഞാനിതിൽ ഒരുപാട് ഒന്നും പറയാത്തത് കേട്ടോ. സോ നമുക്കിതും ജസ്റ്റ് ഒന്ന് ഓണാക്കി എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നോക്കാം. ഇതിൻ്റെ മീറ്റർ കൺസോളിലാണെങ്കിൽ നോർമൽ മീറ്ററാണ് വരുന്നത്, ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. ഇതിലും വാർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ABS ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് ഈ വണ്ടി നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്തിടുമ്പോഴുള്ള സൗണ്ട്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ബാസ് ഫീലിൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റവ് ചെയ്ത് കേൾപ്പിച്ച് തരാം.
കേസ് ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200 റെവ് ചെയ്യുമ്പോഴൊരു സൗണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200. ഇപ്പോൾ ഈ കാണുന്ന ഈ വണ്ടി ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരുപാട് റിവ്യൂ എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അടുത്തതായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഡ്യൂക്ക് 200 ആണ്. ഇതൊരു മാറ്റ് ബ്ലാക്ക് ഡ്യൂക്ക് 200 ആണ്. ഇപ്പോൾ കാണുന്നത് ഒരു ഗ്ലോസി KTMൻ്റെ തന്നെ തനതായ കളറായ ഓറഞ്ചിലുള്ളൊരു ഡ്യൂക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. അതായത് ഒരു ബ്ലൂ ടാങ്ക് വിത്ത് ഓറഞ്ച് ഷെയ്ഡ്, പിന്നെ ഒരു വൈറ്റും കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഓറഞ്ച് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ KTM എന്ന് പറയുമ്പം ഓറഞ്ച് നമ്മളെ മനസ്സിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓറഞ്ചിനോട് പ്രത്യേക താല്പര്യം. സോ ഈ വണ്ടിയും ഇവിടെ ഷോറൂമിൽ ഷോക്കായിട്ട് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ അതേ സ്പെക്കിൽ അതേ ഡിസൈനിൽ വരുന്നൊരു വണ്ടി തന്നെയാണ്. എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളെല്ലാം അതേ ഡിസൈനിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് ഡ്യൂക്ക് 200 മാറ്റ് ബ്ലാക്ക്, ഇത് ഡ്യൂക്ക് 200 ഗ്ലോസി ഓറഞ്ച് വിത്ത് വൈറ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ വണ്ടി. ഇതും 200 ആണ്. 200 ഒരുപാട് കളർ ഗ്രാഫിക്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒരു ഗ്ലോസി ബ്ലാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്നൊരു ബ്ലാക്ക് ആണ്. ടാങ്ക് അത്രയും മാറ്റും ഷീൽഡ് അത്രയും ഗ്ലോസിയിലും വരുന്നൊരു 200 ആണ് ഈ കാണുന്നത് കേട്ടോ. സോ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഡ്യൂക്കിൻ്റെ തന്നെ സെഗ്മെൻറ്റ് വൈസ് പവർ വൈസൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിങ് ബൈക്ക്, അതായത് ഒരു റൈഡർക്ക് ഒരു ഡ്യൂക്ക് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡ്യൂക്ക് 125 കേട്ടോ. ഈ വണ്ടികൾ ഇപ്പോൾ നിരത്തിൽ ഭയങ്കര കുറവാണ്. കാരണം ഡ്യൂക്ക് 125 എടുക്കണം, ആദ്യം ആലോചിക്കണം ഡ്യൂക്ക് 200 എടുക്കണം, 250 എടുക്കണമെന്നാണ് കേട്ടോ. പക്ഷേ നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഡ്യൂക്ക് 125 ആയിരിക്കും. നമ്മൾ ഇതിൽ കൈ തെളിഞ്ഞിട്ട് കൂടുതലോട്ട് പോകണമായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ. സോ ഈ കാണുന്നത് ഡ്യൂക്ക് 125 ആണ്. ഇതിലാണെങ്കിലും എക്സോസ്റ്റൊക്കെ അണ്ടർബിൽ എക്സോസ്റ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അതിലും സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ റൈഡർക്കും ബില്ലിയനും അത്യാവശ്യം കംഫർട്ട് തരുന്നൊരു സീറ്റാണ്. ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 200നും നമ്മുടെ 250ക്ക് വരുന്ന അതേ ഫ്രണ്ട് കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം. ഓണാക്കി വെക്കുമ്പോൾ ഇതിലും ഡിജിറ്റൽ മീറ്ററാണ്. ഒരുപാട് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ മീറ്ററാണ്. ABS വേണമെങ്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിനും കൂടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടോ കേട്ടോ. എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കുന്ന കാര്യം മിക്കവരും എക്സോസ്റ്റ് നോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർ കാണും. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് നോട്ട് എല്ലാ വണ്ടിയിലും കേൾപ്പിക്കണം കേട്ടോ. കേസ് ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആണ് കേട്ടോ. അപ്പം ഡ്യൂക്ക് 125ൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനായിട്ട് പറ്റില്ല, കാരണം ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ പറ്റാത്ത. എനിക്ക് തോന്നുന്നു ഇത് മുമ്പേ എടുത്ത് വെച്ച വണ്ടിയാണ് കേട്ടോ. അതായത് 125 ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മൂവിങ് ഉള്ള ഒരു വണ്ടിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. ഇതെല്ലാം ഇതിൻ്റെ വേറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ അടുത്ത് കാണുന്നതാണ് നമ്മുടെ ഡ്യൂക്ക്, അതായത് KTM അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത Gen 3 ഡ്യൂക്ക് 390 എന്ന് പറയണം. ഒരുപാട് മാറ്റങ്ങളോടുകൂടി ഒരു റൈഡർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് KTM ഡിസൈൻ ചെയ്ത KTM പുറത്തിറക്കിയ ഒരു വണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ഈ വണ്ടിയുടെ ലോഞ്ചിങ് ടൈമിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മുടെ BS3 അതിനോടൊക്കെ മത്സരിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. BS3 അതൊരു വേറെ ഒരു സാധനമാണ്. അത് ഡ്യൂക്ക് ഇറക്കിയതിൽ സെഗ്മെൻറ്റ് വൈസ് അവരുടെ പേര് നിലനിർത്താൻ പറ്റുന്നത് BS3 തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. BS3 എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ റൈഡേഴ്സിനൊക്കെ പറ്റിയ സാധനമാണ്. അല്ലെങ്കിൽ റൈഡേഴ്സിനൊന്നല്ല, നമ്മുടെ കേരള റോഡിനൊക്കെ പറ്റിയ സാധനമാണ് ഈ ഒരു സാധനം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് കയറി ഇരുന്ന് നോക്കാം. ഞാൻ ഇതുവരെ ഈ വണ്ടി റൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. പുതിയ 390 ഞാൻ ഇതുവരെ റൈഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പം വണ്ടികൾ എനിക്കങ്ങനെ കിട്ടിയില്ല കേട്ടോ. ബാക്കി ഡ്യൂക്കിൻ്റെ മിക്ക വണ്ടി അഡ്വഞ്ചർ 390 ഉൾപ്പെടെ ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 390 മാത്രമേ ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഓണാക്കി നോക്കാം. ഇതിൻ്റെ കീ തന്നെ നോക്കിയാൽ കീ അടയ്ക്കാനായിട്ടൊരു കേപ്പും ഇതാണ് കേപ്പ് കേട്ടോ. ഇത് നമുക്ക് അടച്ചു വയ്ക്കാനൊക്കെ പറ്റും. ഇത് തന്നെ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഡ്യൂക്ക് മുൻപിലോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഓണാക്കാം കേട്ടോ. എൻ്റെ മോനെ ആനിമേഷനും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ കാണാം. ആനിമേഷൻ നോക്കണേ. ആനിമേഷൻ കണ്ട ഒരു രക്ഷയില്ലാത്ത ആനിമേഷനാണ് കേട്ടോ വണ്ടിയിൽ. ആനിമേഷനോട് കൂടി ഒരു TFT മീറ്റർ, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഉണ്ട് കണ്ടോ. സൈഡ് സ്റ്റാൻഡ് നമ്മൾ എടുക്കുമ്പം ആ വാണിംഗ് പോവും. ജസ്റ്റ് നമുക്കിതൊന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ പറയാനായിട്ടുണ്ട്. ഇതിലും കൺസോളും കാര്യങ്ങളും നമ്മൾ പഴയ ഡ്യൂക്ക് 390 വന്ന പോലെ കൺസോളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ, ഹോണ്, നമ്മുടെ ഫോർ ഇൻഡിക്കേഷൻ, പാസ്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് ബട്ടണൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. ഇഗ്നീഷനൊക്കെ ഇതാണ് ഇഗ്നീഷൻ കേട്ടോ. കിൽ സ്വിച്ച് ഇതാണ്. നമുക്ക് ഇഗ്നീഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ന്യൂട്രലാണ്. എൻ്റെ മോനെ വേറെ സാധനം.
ഇതിലും WPൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, എനിക്ക് പറ്റിയ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ് ഈ വണ്ടി. ജസ്റ്റ് നമുക്ക് കുറച്ച് സൗണ്ട് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ്, ഈ വണ്ടിയുടെ സൗണ്ട് ഭയങ്കര അലന്ന സൗണ്ടൊന്നും അല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ ABS കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് തുടങ്ങി വൈകാതെ തന്നെ ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് മെയിൻ മാറ്റത്തിലോട്ട് നമുക്ക് നോക്കാം കേട്ടോ. മെയിൻ മാറ്റം വണ്ടിയുടെ ഓവറോൾ ലുക്കാണ് കേട്ടോ. ഈ ഒരു ലുക്കിൽ എൻ്റെ മോനെ ഏറ്റവും പടച്ചു വിട്ടൊരു സാധനം, ഫ്രണ്ട് DRL ആയാലും 6-pack LED ഹെഡ്ലൈറ്റൊക്കെ മാറ്റി ഈ ഒരു DRL വണ്ടി വന്നപ്പോൾ ഒരു ക്യൂട്ട് ലുക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്കും. LED ഹെഡ്ലൈറ്റാണ്, LED ഇൻഡിക്കേറ്റേഴ്സാണ്, വണ്ടിയെ ഒരു പവർ സാധനം. നമുക്കിനി എന്തായാലും ഇവിടുത്തെ എല്ലാ വണ്ടികളുടെയും EMIയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമ്മുടെ ഹുസ്കോറിൻ്റെ വിറ്റ് പില്ലിയൻ ഇരിപ്പുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വിറ്റ് പില്ലിയനിലോട്ട് പോകാം. ജസ്റ്റ് ഈ കാണുന്ന നമ്മുടെ വിറ്റ് പില്ലിയനാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇതിലും അതുപോലെ തന്നെ നമ്മുടെ KTM 390 കണ്ടതുപോലെ നമ്മുടെ കീരിയൊക്കെ അടച്ചു വരുന്നൊരു ക്യാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ ഇതാണ് കേട്ടോ. ഇത് വലിയ ആനിമേഷനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മീറ്റർ കൺസോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. സോ നമുക്ക് എന്തായാലും വന്ന കാര്യത്തിലോട്ട് പോകാം കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ വണ്ടികളുടെ ഡൗൺ പേയ്മെൻറ്റും ഓൺ റോഡ് റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും സിബിൽ സ്കോറും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോ കസ്റ്റമേഴ്സിനും ഡൗൺ പേയ്മെൻറ്റ് അപ്രൂവ് ആവണം കേട്ടോ. ഇപ്പോൾ ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. നിങ്ങൾ നല്ല സിബിൽ സ്കോറും അല്ലെങ്കിൽ നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം കേട്ടോ. അതും നമുക്കൊരു 3-4 വർഷമൊക്കെ ഗ്യാപ്പിട്ട് നമുക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഫിനാൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പം ആദ്യം തന്നെ ഡ്യൂക്ക് 125ൻ്റെ ഡൗൺ പേയ്മെൻറ്റും ഓൺ റോഡ് പ്രൈസും നോക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്കിൽ തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 125 കേട്ടോ. ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂക്ക് 125ൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 2,18,629 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 20,000 രൂപയാണ് കേട്ടോ. വെറും 20,000 രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഇനി ഡ്യൂക്ക് 200ലോട്ട് പോവുകയാണെങ്കിൽ 200 ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 3 കളർ വേരിയൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. 200ലോട്ട് പോവുകയാണെങ്കിൽ 2,43,798 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത് കേട്ടോ. ഓൺ റോഡ് പ്രൈസാണ് 2,43,798 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് വെറും 23,500 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞത് കേട്ടോ. ഓരോ കസ്റ്റമേഴ്സിൻ്റെ സിബിൽ സ്കോർ ബേസ് ചെയ്താണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. വെറും 23,500 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഇതിപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇപ്പോൾ നിങ്ങൾ നല്ല സിബിൽ സ്കോറുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഈ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 50,000-60,000 രൂപയ്ക്ക് കൊടുത്ത് വണ്ടി ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. സോ നമുക്കിനി നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 250 ആണ് കേട്ടോ. ഇവിടെ നിലവിലിപ്പോൾ ഡ്യൂക്ക് 250 അവൈലബിൾ ആയിട്ടല്ല. ഡ്യൂക്ക് 250യുടെ ഓൺ റോഡ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,785 രൂപയാണ് ഓൺ റോഡ് റേറ്റ് പറഞ്ഞിട്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 3,785 രൂപയാണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 30,000 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 30,000 രൂപയാണ്. അതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും എടുത്ത് പറയുന്നത് കസ്റ്റമേഴ്സ് പ്രൊഫൈലിൻ്റെ ഡിപ്പെൻഡ്സ് ചെയ്താണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ കേസിന് ഡ്യൂക്ക് 390 ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4,52,051 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ കേട്ടോ. അത്യാവശ്യം നല്ല ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും തന്നെയാണ്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് വെച്ചാൽ 45,000 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അതും കസ്റ്റമർ ഡിപ്പെൻസ് ആണ് കേട്ടോ. 45,000 രൂപയാണ് ജെൻട്രി ഡ്യൂക്ക് 390യുടെ ഓൺ റോഡ് റേറ്റിന് നമുക്ക് സിബിൽ സ്കോർ ബേസ് ചെയ്തുള്ള ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ കേട്ടോ. ഇനി നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ ടൈപ്പിൽ ADV 390 നമ്മൾ നോക്കുകയാണെങ്കിൽ ADV 390യുടെ ഓൺ റോഡ് പ്രൈസ് 4,40,599 രൂപയാണ് ADV 390 ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് 80,000 രൂപയാണ് കേട്ടോ. ഇത് ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും, കാരണം വണ്ടിയുടെ റേറ്റ് ഹൈ ആണ് കേട്ടോ. ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ 80,000 രൂപയാണ്. ഇനി RCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ RC ഇപ്പോൾ ഇവിടെ നിലവിൽ വണ്ടി അവൈലബിൾ അല്ല. അപ്പോൾ RCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2,81,880 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ 30,000 രൂപയാണ്. ഏകദേശം നമ്മുടെ ഡ്യൂക്ക് 250യുടെ ഡൗൺ പേയ്മെൻറ്റാണ് ഇതിന് പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,81,880 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു. ഡൗൺ പേയ്മെൻറ്റ് 30,000 രൂപയാണ്. RC 200 ഉണ്ട് കേട്ടോ.
ഇനി ADV 250 നോക്കാം. ADV 250 ആണെങ്കിൽ 3,17,593 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ കേട്ടോ. ADV 250 ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞത് 60,000 രൂപയാണ്. വേറെ 60,000 രൂപയുണ്ട് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഈ വണ്ടി ഇവിടെ നിറക്കാൻ കേട്ടോ. അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെയും ഓരോ വണ്ടികളുടെയും ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞ കേട്ടോ. ഇപ്പം നല്ല സിബിലാണെങ്കിൽ നല്ല ഡൗൺ പേയ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. സോ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇവിടുത്തെ ഷോറൂമിൽ KTM കഴക്കൂട്ടത്തുള്ള സാരഥി ഷോറൂമിലുള്ള വണ്ടികളുടെ ഒരു ഡീറ്റെയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്നലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഡെയിലിക്ക് ഇറങ്ങുന്ന ഷോറൂമാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്കിവിടെ അത്യാവശ്യം ഫിനാൻസ് കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് വണ്ടികളൊക്കെ സ്റ്റോക്കുള്ള ഒരു ഷോറൂം കൂടിയാണ് കേട്ടോ. സോ ഗൈസ് ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പതിപോലെ പറയുന്നില്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു കാണാം. അതായിരിക്കും ബൈ. അപ്പോൾ ഗൈസ് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് 1 by 1 റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വണ്ടി കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ഓരോ വണ്ടി എടുത്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ബൈ.